ഹാഡിയസ് അപ്പോൾ നമ്മുടെ പ്രഡിക്ഷൻ നമ്പർ 2 പോകാം. എല്ലാവരും ഈ ചിത്രം നോക്കടാ. എക്സ് വൈ എന്ന് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറഞ്ഞു. എക്സ് വൈ സെഡ് എല്ലാവരും കൃത്യമായിട്ട് നോക്കുക. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇത് ഏത് മെക്കാനിസം, ഇമ്മ്യൂൺ മെക്കാനിസം ആണ് ഇവിടെ തന്നിരിക്കുന്നത് നമ്മളോട് ഇതാ പറഞ്ഞു. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പ്രതിരോധ പ്രവർത്തനം ഏതാ? ഇത് എന്തിന്റെ ചിത്രമാടാ? ബ്ലഡ് ക്ലോട്ടിങ്, രക്തം കട്ടപിടിക്കലല്ലേ. അപ്പോൾ എൻ്റെ മക്കൾ ഇത് കൃത്യമായിട്ട് നോക്കിയിരിക്കണം. എന്നിട്ട് അടുത്ത് നോക്കി, എക്സ്പ്ലെയിൻ ഹൗ ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ്. ഈ പ്രവർത്തനം നടക്കുന്നത് എങ്ങനെ വിശദീകരിക്കാനാ? ഈ പ്രവർത്തനം എങ്ങനെ നടക്കുക? 5 സ്റ്റെപ്പുകളിലാണ്. ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നോക്കിയാൽ മതി. ആദ്യം നമുക്ക് എവിടെയാണോ മുറി ഉണ്ടാവുന്നത്, എവിടെയാണോ ഡാമേജ് ഉണ്ടാവുന്നത്, അവിടുത്തെ പ്ലേറ്റ്ലെറ്റും ഡാമേജ് ടിഷ്യൂസും കലകളൊക്കെ നശിച്ചിട്ട് അവിടെ ഒരു എൻസൈം ഉണ്ടാക്കും. ആ എൻസൈമിൻ്റെ പേരാണ് thromboplastin. Your platelets and damaged tissues produce an enzyme called thromboplastin. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്തിനാണ് ഉണ്ടായത് വെച്ചാൽ നമ്മളെ പ്ലാസ്മയിലുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്, അതിൻ്റെ പേരാണ് പ്രോത്രോംബിൻ. ആ പ്രോത്രോംബിൻ എന്താക്കി മാറ്റും? ത്രോംബിനാക്കി കൺവേർട്ട് ചെയ്യും. പ്രോത്രോംബിൻ കൺവേർട്ട് ഇൻറ്റു ത്രോംബിൻ. ഈ ത്രോംബിൻ എന്താക്കും? ഫൈബ്രിനോജൻ എന്താക്കി മാറ്റും? ഫൈബ്രിൻ ആക്കി മാറ്റും. ആ ഫൈബ്രിൻ നെറ്റ്വർക്ക് പോലെ ആക്ട് ചെയ്തിട്ട് അവിടെ ആരൊക്കെ? റെഡ് ബ്ലഡ് സെൽസിനെ, RBCനെ എൻറ്റാങ്കിൾ ചെയ്യും, ട്രാപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്ലഡ് എന്താവും? ക്ലോട്ട് ആവും. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ഭാഗം എൻ്റെ മക്കൾ നോക്കിയിരിക്കണം. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കും. അപ്പോൾ മക്കളെ ഓക്കെ, ബൈ.